ഹായ് ഫ്രണ്ട്സ്, വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുളിമുട്ടായി ഉണ്ടാക്കിയാലോ. ഒരു നെല്ലിക്ക വട്ടത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. കുരുവില്ലാത്ത പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കൈ കൊണ്ട് നന്നായി അത് തിരുമ്മിപ്പിയ്യാം. ഇതിൻ്റെ കൊഴുപ്പാണ് നമുക്ക് വേണ്ടത്. അടുത്ത നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഈ പുളിവെള്ളമാണ് ശർക്കരപ്പാനിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ പുളിയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഞാൻ വെറും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ഇമിലി മിഠായിൻ്റെ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ കുറച്ച് ഒന്നും കൂടി തിക്കായിട്ടുള്ള മിഠായി രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മധുരം കുറവായി തോന്നിയപ്പോൾ ഞാൻ 2 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇമിലി മിഠായിൻ്റെ രൂപത്തിലല്ല ഉണ്ടാക്കുന്നത്, ശരിക്കും പുളിമിഠായിയാണ് ഉണ്ടാക്കുന്നത്. അതിനെ നന്നായി വെള്ളം വറ്റിച്ചെടുക്കണം. പാനിൽ നിന്ന് നന്നായി ഇത് വേറിട്ട് വരുന്നത് വരെ വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചെടുത്താൽ തന്നെ തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുത്ത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഉരുട്ടിയെടുത്ത് വെച്ചാൽ നമ്മുടെ പഴയ കാല മിഠായി തന്നെ നമുക്ക് കിട്ടും. ഒരു അടിപൊളി ടേസ്റ്റുള്ള പുളിമിഠായിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.